ദില്ല, ഈ ദുഃഖവെള്ളി ഈ തെരഞ്ഞെടുപ്പ് ചൂടിനോടൊപ്പമാണ് ദുഃഖവെള്ളിയും എത്തിച്ചേരുന്നത്. ലോകമെങ്ങുമുള്ള ക്രിസ്ത്യാനികൾ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യവും കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ ദില്ല പാളയം പള്ളിയിലാണെന്ന് മനസ്സിലാകുന്നു. ധാരാളം ആളുകളും അവിടെ എത്തിയിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും സിന്ധൂരി, ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. പാളയം പള്ളിയാണ്. പാളയം പള്ളിയിൽ ഇതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പള്ളികളിൽ നിന്ന് വിശ്വാസികൾ ഒന്നടങ്കം കുരിശിന്റെ വഴി, അതായത് ഈ യേശുവിന്റെ അവസാന മണിക്കൂറുകൾ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കുരിശിന്റെ വഴിയെ ആചരിക്കുകയാണ്. ദുഃഖവെള്ളി കഴിഞ്ഞ ദിവസം പെസഹവ്യാഴമായിരുന്നു. അതായത് ഉയർത്തെഴുന്നേൽപ്പിന്റെ 3-ാം ദിനം ഈസ്റ്ററാണ്. അതിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു പ്രത്യാശയുടെയും സഹനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു ദിവസമായിട്ടാണ് ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഇന്ന് പാളയം പള്ളിയിൽ അല്പസമയം കഴിഞ്ഞാൽ ഇത് നഗരപ്രദക്ഷിണമുണ്ട്. അതായത് ഈ 14 ഇടങ്ങളിലൂടെ ചെന്നെത്തുന്ന കൽവരിയിലേക്ക് ചെന്നെത്തുന്ന ആ ഒരു കുരിശിന്റെ വഴിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, യേശുവിന്റെ വഴി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് പലയിടങ്ങളിലും, അതായത് പാളയം പള്ളിയിൽ നിന്ന് ഈ MS ഗ്രൗണ്ട് വഴി നിയമസഭയുടെ മുന്നിലൂടെ എല്ലാം വന്ന് തിരികെ പാളയം പള്ളിയിൽ തന്നെ എത്തുന്ന ഒരു കുരിശിന്റെ വലിയ ആചാരവും ഉണ്ട്. അത്തരത്തിൽ വലിയ ഒരു ഈസ്റ്ററിന്റെ മുന്നോടിയായി വലിയ തരത്തിലുള്ള ഒരു ദിനം തന്നെയാണ് ഈ ഒരു ദുഃഖവെള്ളി എന്ന് പറയുന്നത്. അതായത് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിലൂടെയാണ് അത്തരത്തിൽ വലിയ ഒരു ജനം തന്നെ ഇവിടെ ഉണ്ട്. അതെ ദില്ല പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകളാണ് ഇന്നിപ്പോൾ കുരിശിന്റെ വഴിയിലേക്ക് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ദില്ല, ഏറ്റവും പ്രധാനമായിട്ടും നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസം, ഈ ഒരു സാഹചര്യം, ഇന്നിപ്പോൾ ദുഃഖവെള്ളി ആചരിക്കുമ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സമാധാനം പുനഃസ്ഥാപിക്കുക, പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഏറ്റവും വലിയൊരു ആവശ്യം ഉയരുകയാണ്. ഇപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ദുബായിലും മറ്റും അവിടുത്തെ പള്ളികളിൽ പ്രത്യേക കുർബാനകളൊന്നുമില്ല. ഓൺലൈൻ കുർബാനകൾ നടത്തേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ ഇന്നിപ്പോൾ മാർപ്പാപ്പയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലേക്ക് ലോക നേതാക്കൾ സംഭാഷണത്തിലേക്ക് എത്തണമെന്നൊരു ആവശ്യമുയരുന്നു. ഇതൊക്കെ തന്നെ ആയിരിക്കും അവിടെയും ഈ പറഞ്ഞ ആളുകൾ സംസാരിക്കുന്നത് അല്ലേ? തീർച്ചയായും സിന്ധൂരി, നമുക്കറിയാം ഈ മനുഷ്യരാശിയുടെ സഹിച്ച കഷ്ടപ്പാടുകളെ ധ്യാനിക്കുന്ന ഒരു ദിനം കൂടിയാണ്. അത്തരമൊരു ദിനത്തിൽ ഇതെല്ലാം തന്നെ അല്ലാതെ മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. നമുക്കറിയാം, അല്പം സമയം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധത്തെ പറ്റി. അതായത് യുദ്ധത്തിന്റെ ഭീകരത അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി യേശു സഹിച്ച ത്യാഗത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു നമ്മൾക്ക് പക്ഷേ ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ എല്ലാം യുദ്ധ പശ്ചാത്തലവും എല്ലാം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ ഈ ഒരു യുദ്ധത്തിന്റെ ഭീതിയിലാണ്, യുദ്ധത്തിന്റെ ബാഹ്യപത്രങ്ങളാകുന്നുണ്ട് എന്നുള്ള രീതിയിലെല്ലാം ക്ലിമിസ് ബാബ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ദിവസം നമുക്കറിയാം, ഒരു മനുഷ്യരാശിക്ക് വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുന്ന ഈ ഒരു ദിവസത്തിന് വേണ്ടി ഈ ഒരു ദിവസത്തെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ ഈ ഒരു നിലവിലെ രാജ്യത്തിന്റെ സാഹചര്യം എന്നുള്ളത് ഓർമ്മിപ്പിക്കാതെ അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഇന്നത്തെ സംസാരങ്ങളിലെല്ലാം, ഇന്നത്തെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ ആ ഒരു അതിനെ സൂചിപ്പിക്കുന്നുള്ളതും തീർച്ചയാണ്.